ആമഴഞ്ചാൻ തോട്ടിൽ കാണാതായ ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. തകരപ്പറമ്പ് ശ്രീചിത്ര ഹോമിന് പുറകിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വിവരങ്ങളുമായി രജീഷ് നരിക്കുനി ചേരുകയാണ്. രജീഷ്, 3-ാം ദിവസം തെരച്ചിൽ ആരംഭിച്ച സമയത്താണ് ഇത്തരം ഒരു വിവരം ലഭിക്കുന്നത്. മൃതദേഹം ലഭിച്ചു, അതും പഴവങ്ങാടിക്ക് സമീപം ഈ ശ്രീചിത്ര പോർ ഹോമിന് സമീപത്ത് നിന്നാണ് ഇത് ലഭിക്കുന്നത് എന്നറിയാൻ സാധിക്കുന്നു. എന്താണ് വിശദാംശം? അഖിൽ, 3-ാം ദിവസത്തിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. 3 ദിവസം മുമ്പ് രാവിലെ 11 മണിക്കായിരുന്നു ജോയിയെ കാണാതായത്. ആ സമയം മുതൽ ആരംഭിച്ച തിരച്ചിൽ 46 മണിക്കൂറിന് ശേഷമാണ് ഈ ജോയിയെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ശ്രീചിത്ര ഹോമിന് പുറകിലുള്ള കനാലിൽ മാലിന്യങ്ങൾക്കിടയിൽ തങ്ങിക്കിടക്കുന്ന തരത്തിലായിരുന്നു ജോയിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. റെയിൽവേ സ്റ്റേഷൻ സമീപം ഉണ്ടായിരുന്ന മാലിന്യം നീക്കാനായി ഇറങ്ങിയ സമയത്തായിരുന്നു ജോയിക്ക് അപകടം സംഭവിച്ചത്. ആ അപകടം സംഭവിച്ച സമയം മുതൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിൽ ഒടുവിലാണ് ഇപ്പോൾ ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പിന് സമീപത്തുള്ള ഉപ്ലാമുട് പാലത്തിന് സമീപമുള്ള ഇരുമ്പ് പാലത്തിന് തൊട്ടടുത്തായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബന്ധുക്കളോട് അതോടൊപ്പം തന്നെ കൂടെ ജോലി ചെയ്തിരുന്ന കോർപ്പറേഷനിലെ ജീവനക്കാരോട് മഞ്ചൂർ സ്റ്റേഷനിലേക്ക് എത്താൻ പറഞ്ഞിട്ട് അതിനുശേഷം മെഡിക്കൽ കോളേജിലെത്തി അവർ ജോയി ആണോ എന്ന് സ്ഥിരീകരണം നടത്തും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലൊക്കെ കടക്കുക. എന്നാലും ഏറെ നേരത്തെ മണിക്കൂറുകൾ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ജോയിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കണ്ടെത്തിയ ഭാഗത്തും വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിന് സമീപത്തുമുള്ള ഈ കനാൽ ഒഴുകിപ്പോകുന്നത് തകരപ്പറമ്പ് ഭാഗത്തേക്കാണ്. ആ ഭാഗത്തു നിന്ന് തന്നെയാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അവിടെയും ഈ ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏറ്റവും ദുഷ്കരമായ കാഴ്ച തന്നെയാണ് ജോയിയുടെ മൃതദേഹം എടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അട്ടിയിൽ തന്നെ അവിടെയും ഈ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞാണ്. അട്ടിയിൽ തന്നെ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. അതേപോലെ തന്നെയാണ് പുറത്തുള്ള ഈ തകരപ്പറമ്പ് ഭാഗത്തും ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. ആ മാലിന്യ കൂമ്പാരത്തിൽ ഇടയിലായിരുന്നു ഈ ജോയിയുടെ മൃതദേഹം എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിനുശേഷം ഇനി മൃതദേഹം തിരിച്ചറിയുന്ന നടപടികളിലേക്കൊക്കെ കടക്കും. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. മേയറും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി കളക്ടറും ഒക്കെ സ്ഥലത്ത് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:15 ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെ തിരച്ചിലിനായി നേവി അടക്കമുള്ള സംഘങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നേവി ഇന്ന് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സ്ക്യൂബ ടീം, ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ ടീം അടക്കം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോയിയുടെ മൃതദേഹം കണ്ടെത്താനുള്ള കഠിന പരിശ്രമത്തിൽ തുടരുകയാണ്. NDRO സംഘങ്ങളും ഇന്നലെ ജോയിയുടെ മൃതദേഹം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. രാവിലെ 30 അംഗ NDRF സംഘമായിരുന്നു ഈ തിരച്ചിലിന് ഫയർഫോഴ്സിനൊപ്പം ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സിൻ്റെ ക്യൂബ ടീം നമുക്കറിയാം. ആ ദൃശ്യങ്ങൾ ഇന്നലെ കണ്ട ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ചളിയും മാലിന്യവും മനുഷ്യ വിസർജ്യവും അടക്കം നിറഞ്ഞു നിൽക്കുന്ന കനാലിൽ ഇറങ്ങിക്കൊണ്ട് ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ജോയിയെ കണ്ടെത്താനുള്ള പരിശ്രമം അവിടെ തുറന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ തിരച്ചിലിന് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ കോർപ്പറേഷൻ ജീവനക്കാരനാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഈ തോട് ഒഴുകിപ്പോകുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന നിരീക്ഷണം നടത്താനുള്ള നിർദ്ദേശം കോർപ്പറേഷൻ ജീവനക്കാർക്ക് നൽകിയിരുന്നു. സ്ഥിരമായി പങ്കെടുക്കുന്ന കണ്ടിജന്റ് ജീവനക്കാർക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ തോട് പോകുന്ന ഈ ഒഴുക്ക് കൂടുതലുള്ള സാഹചര്യത്തിൽ ഈ തോടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ തോട് ഒഴുകിപ്പോകുന്ന ഭാഗങ്ങളിലൊക്കെ കൃത്യമായി നിരീക്ഷണം നടത്തി അവിടെ എവിടെയെങ്കിലും ജോയിയെ തങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കണ്ടെത്താനുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇന്ന് രാവിലെ ജോയിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ മാലിന്യം നീക്കാൻ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ മൂക്ക് പൊത്താതെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി മാലിന്യം നീക്കാനായി ഇറങ്ങിയ ആളുടെ മൃതശരീരം ലഭിച്ചിരിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നതാണ്. കോർപ്പറേഷനും അതോടൊപ്പം തന്നെ റെയിൽവേയും പരസ്പരം കുറ്റം പറയുമ്പോഴും നഷ്ടമായത് ഒരു മനുഷ്യജീവനാണ് എന്ന് നമ്മൾ ഓർക്കണം. അതോടൊപ്പം ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഈ തോടും അതോടൊപ്പം തന്നെ വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയിയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന ഒരു വാർത്ത ഏറെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. 3-ാം ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞത്. 3 ദിവസം മുമ്പ് രാവിലെ 11 മണിക്കായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ആ സമയം മുതൽ നിർത്താതെയുള്ള തിരച്ചിലും വിവിധ ഇടങ്ങളിൽ പരിശോധനയും ഒക്കെ
നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ജീർണിച്ച അവസ്ഥയിൽ ജോയിയുടെ മൃതദേഹം തകരപ്പറമ്പ് ഭാഗത്തു നിന്നും കണ്ടെത്തുന്നത്. തകരപ്പറമ്പ് ഉപ്പളാമൂട് ഭാഗത്തെ കനാലിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒഴുകിപ്പോകുന്ന ആ കനാൽ എത്തിച്ചേരുന്നത് ആ ഭാഗങ്ങളിലാണ്. ആ ഭാഗങ്ങളിൽ നിന്നുമാണ് ജോയിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആമയിഞ്ഞാൻ തോട്ടിലെ തന്നെ ശക്തമായ ഒഴുക്കിൽ ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം ഒഴുകിയാണ് ജോയിയുടെ മൃതദേഹം എത്തിയിരിക്കുന്നത്. അവിടെ നിന്നുമാണ് ആ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ മാലിന്യമൊക്കെ നീക്കാൻ ഇറങ്ങി ആ മാലിന്യ കൂമ്പാരത്തിൽ തന്നെ മൃതദേഹം കണ്ടെത്തുക എന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഉദ്യോഗസ്ഥരുടെയും എല്ലാ മൂക്കിന് താഴെ സംഭവിച്ച വലിയ അപകടമാണ്. ആ അപകടത്തിൻ്റെ ഇര ഇത്തവണ ജോയി ആയി എന്നുള്ളതും നമ്മൾ ഓർക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ജീവനക്കാർ ഉള്ളത് എന്നതും ഈ കാര്യം ഓർക്കുകയാണ്. ഇനിയെങ്കിലും മാലിന്യം നീക്കി ഇത്തരം ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ അധികൃതർ കാണിക്കണം. പ്രത്യേകിച്ച് ഈ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനിയെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ജോയിയുടെ ഈ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ്. ഇനി ബന്ധുക്കളും അതോടൊപ്പം തന്നെ കൂടെ ജോലി ചെയ്യുന്ന കോർപ്പറേഷൻ ജീവനക്കാരും ഒക്കെ എത്തി തിരിച്ചറിഞ്ഞ ശേഷം മാത്രമായിരിക്കും തുടർ നടപടികളൊക്കെ കടക്കാൻ പോകുക. എന്തായാലും ജോയിക്കായുള്ള തിരച്ചിൽ 3 ദിവസം നീണ്ടുന്ന തിരച്ചിൽ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കേരള ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീം അംഗങ്ങൾ ഈ പരിശോധനയ്ക്കെടുത്ത എഫേർട്ടും ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. മാലിന്യം നിറഞ്ഞ കനാലിൽ ഇറങ്ങി വിസർജ്യം അടക്കം ഒലിക്കുന്ന ആ കനാലിലിറങ്ങിയാണ് അവർ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകുകയും അവിടെ ഇറങ്ങിയൊക്കെ പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും 3 ദിവസത്തിന് ഒടുവിൽ ഇപ്പോൾ ജോയിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഉപ്പളാമൂട് ഭാഗത്തു നിന്നുമാണ് ജോയിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം അപകടം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം മാറ്റിയിരിക്കുന്നത്. മേയറും അതോടൊപ്പം തന്നെ സബ് കളക്ടറും അടക്കമുള്ള അവർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. അഖിൽ, ശരി. അതോടൊപ്പം നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസത്തെ രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുഷ്കരമായിരുന്നു. അതീവ സാഹസികമായി തലസ്ഥാന നഗരി സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനം. അതും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു നേരത്തെ രജീഷ് പറഞ്ഞതുപോലെ ഈ ഒരു മാലിന്യവാഹിനി, നഗരത്തിൻ്റെ മാലിന്യവാഹിനി തന്നെയാണ്. എല്ലാ തരത്തിലുള്ള മാലിന്യങ്ങളും അവിടെയുണ്ട്. മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ, ഹോട്ടൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ, ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്രത്തോളം മൂക്കുപൊത്താതെ അതുവഴി സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ഈ ഒരു ആദ്യഘട്ടത്തിൽ ഈ വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് നഗരസഭ പറഞ്ഞൊരു കാര്യം, ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ്, അവിടെ നിന്നുള്ള മാലിന്യങ്ങളാണ് കൂടുതലായും ഈ ഭാഗത്ത് തള്ളുന്നത് എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാവുന്ന കാര്യം, ഈ ആമയിഴഞ്ചാൻ തോട് പോകുന്ന പ്രദേശങ്ങളിലെല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. ഈ ഇപ്പോൾ അപകടം നടന്നത് ഈ ഒരു ഭാഗത്തായി പോയി എന്ന് മാത്രമേ റെയിൽവേക്ക് ഒരു പഴിചാരേണ്ടതുള്ളൂ. ബാക്കി എല്ലാ ഭാഗത്തും സമാനമായ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തും അത് റെയിൽവേയുമായി ഒരു ബന്ധമില്ലാത്ത വളരെ ദൂരെ നടക്കുന്നൊരു പ്രദേശമാണല്ലോ. അവിടെ പോലും സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അഖിൽ സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നഗരത്തിലൂടെ പല സ്ഥലങ്ങളിലും മൂക്കുപൊത്തി നടക്കാൻ പോലും കഴിയാത്തത്ര സാഹചര്യമാണുള്ളത്. അത്രയ്ക്ക് ദുർഗന്ധം പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഉള്ള മൃതദേഹം കിട്ടിയ ഭാഗത്തും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കെട്ടുകണക്കിന് അടിഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ആ പ്രദേശത്ത് തൊട്ടടുത്ത് വീടുകൾ ഉണ്ട്, ഫ്ലാറ്റുകളുണ്ട്, അവിടെ താമസിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ അവരൊക്കെ എങ്ങനെ അവിടെ ജീവിക്കുന്നു എന്ന ഒരു ചോദ്യം അവിടെ പോകുന്ന ആരും ചോദിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത്രയ്ക്ക് മാലിന്യം അവിടെ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച, ജലത്തിന് ഒഴുക്കില്ല, മാലിന്യങ്ങൾ അവിടെ ടൺ കണക്കിനാണ് അവിടെ കുന്നുകൂടി കിടക്കുന്നത്. നേരത്തെ നമ്മൾ ആദ്യം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ തുരങ്കം തുടങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ കണ്ടു. അതിൻ്റെയൊക്കെ ഒരു 10 ഇരട്ടിയോളം ആണ് മറ്റു സ്ഥലങ്ങളിലും ഈ മാലിന്യം അങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്. ഒരു പോലുമില്ലാതെ അതീവ ദുർഗന്ധം വമിക്കുന്ന തരത്തിലാണ് അവിടെ ആ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത് എന്നും നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഇതാണോ തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനം എന്ന ചോദ്യം ഇവിടെ ഉയർന്നുണ്ട്. നേരത്തെ റെയിൽവേ കുറ്റം പറഞ്ഞാൽ ഇതിപ്പോൾ ഉള്ളത് റെയിൽവേയുടെ സ്ഥലമല്ല, ഇത് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ
മാലിന്യം കുന്നുകൂടി കിടക്കുന്നത്. അതിന് ആര് സമാധാനം പറയും, അല്ലെങ്കിൽ അതിന് ആരാണ് ഉത്തരം പറയുക ഈ മാലിന്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്നതും വരും ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ മാലിന്യങ്ങൾക്കിടയിൽ ആണ് ഇപ്പോൾ ജോയിയുടെ മൃതദേഹം നമുക്ക് ലഭിക്കുകയും ചെയ്തതെന്നും നമ്മളിവിടെ ഓർക്കണം. ശരി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും വലിയ ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷം 2 ദിവസത്തിന് ശേഷം മൃതദേഹം ലഭിച്ചിരിക്കുകയാണ്. വളരെ ദൂരത്ത് നിന്നുമാണ് ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നതിൻ്റെയും ഈ അപകടം നടന്ന സ്ഥലത്തിൽ നിന്നും 1 കിലോമീറ്ററോളം മാറിയാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. രജീഷ് നെരിക്കുനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.